Hi all, welcome to Steadicom MLT Academy. Kerala PSC ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 243/2023 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്പൈഡർ വെബ് clot formed in CSF specimen after standing. Option E, pneumococcal meningitis. Option B, tuberculous meningitis. Option C, Neisseria meningitis. Option D, all of the above. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ ബി, ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസ്. അതായത് ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസിൻ്റെ കേസിലാണ് നമുക്ക് കോബ് വെബ് കൊയാഗുലം അല്ലെങ്കിൽ സ്പൈഡർ വെബ് കൊയാഗുലം ഒക്കെ കാണുന്നത് ട്യൂബർക്കുലാർ മെനിഞ്ചൈറ്റിസിൻ്റെ കേസിലാണ്. ബാക്കി ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഓപ്ഷൻസിലും ഈ ഒരു സ്പൈഡർ വെബ് കൊയാഗുലം അല്ലെങ്കിൽ കോബ് വെബ് കൊയാഗുലം നമ്മൾ കാണുന്നില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്നത് TB ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Sputum smear is prepared by option A, salivary, option B, purulent, option C, blood mucopurulent, option D, all of this. Correct answer ഏതാണ്? ഓപ്ഷൻ സി, ബ്ലഡ് മ്യൂക്കോപുരുലൻ്റ് ആണ്. അതായത് നമ്മൾ സ്പ്യൂട്ടം സ്പിയർ, നമുക്ക് സ്പ്യൂട്ടം ലാബിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് സ്മിയർ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഏരിയയിൽ നിന്നാണ് ഈ സ്പ്യൂട്ടം എടുത്ത് സ്മിയർ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ സലേവറി ഏരിയ എന്നല്ല നമ്മൾ ഒരിക്കലും സ്പ്യൂട്ടം സ്മിയർ ഉണ്ടാക്കേണ്ടത്. ബ്ലഡി മ്യൂക്കോപുരുലൻ്റ് ആയിട്ടുള്ള ഏരിയ എന്നാണ്, ആ ഒരു ഏരിയ എന്നാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, സാമ്പിൾ എടുത്തിട്ട് സ്മിയർ ഉണ്ടാക്കേണ്ടത്. സോ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് ബ്ലഡ് മ്യൂക്കോപുരുലൻ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, antimicrobial sensitivity testing most helpful for option A, prevent side effect, option B, prevent resistant to other pathogenic organism, option C, selecting effective antimicrobial drug, option D, all of this. correct answer ഏതാണ്? ഓപ്ഷൻ സി, സെലക്ടിങ് ഇഫക്റ്റീവ് ആൻറ്റിമൈക്രോബിയൽ ഡ്രഗ്. നമ്മൾ ആൻറ്റിമൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ചെയ്യാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് എന്തിനാണ് ചെയ്യാറുള്ളത്? ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോഴാണ് നമ്മളത് ചെയ്യാറുള്ളത്. ആ ഇൻഫെക്ഷനെതിരായിട്ടുള്ള ഇഫക്റ്റീവായിട്ട് ഏത് ആൻറ്റിബയോട്ടിക് കൊടുത്താലാണ് ആ ഒരു ഇൻഫെക്ഷൻ മാറുക അല്ലെങ്കിൽ ആ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് കില്ലാവാന്നാണ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രഗിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൻറ്റിമൈക്രോബിയൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈറസസ് ആർ ഓപ്ഷൻ എ, ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്, ഓപ്ഷൻ ബി, possess only RNA or DNA, option C, unable to reproduce, option D, all of this. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ആണ്. അതായത് വൈറസസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് ആണ്. ഒന്നെങ്കിൽ RNA അല്ലെങ്കിൽ DNA മാത്രമേ വൈറസിൽ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് രണ്ടും കൂടി ഉണ്ടാവില്ല. ഒന്നെങ്കിൽ നമ്മൾ RNA വൈറസ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ DNA വൈറസ് പഠിച്ചിട്ടുണ്ട് അല്ലേ, അതല്ലാണ്ട് മിക്സ് ആയിട്ട് ഒരു വൈറസിൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മൂന്നാമത്തത് അൺഏബിൾ ടു റിപ്രൊഡ്യൂസ്. ആ ഒരു വൈറസസിന് ഒരു ഹോസ്റ്റ് സെൽ ഇല്ലാണ്ട് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മാത്രമാണ് വൈറസ് എന്ത് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ നടക്കുന്നത്. സെൽഫായിട്ട് അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെക്ടർ ഈസ് എ ഓർഗാനിസം ആക്ട് ആസ് കാരിയർ, ഓപ്ഷൻ ബി, ട്രാൻസ്മിറ്റ് പാരസൈറ്റ് ഫ്രം വൺ ബോഡി ടു അനദർ, ഓപ്ഷൻ സി, ഇൻസെക്ട്സ് ആർ മോസ്റ്റ് കോമൺ, ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദിസ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരസൈറ്റിനെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന
അധികവും വെക്ടേഴ്സ് എന്തായിരിക്കും, ഇൻസെക്റ്റ് ആയിരിക്കും അല്ലേ വെക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് പാരസൈറ്റിനെ വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. അധിക വെക്ടേഴ്സും എന്താണ്, ഇൻസെക്റ്റ് ആണ്. അതേപോലെ തന്നെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാരിയേഴ്സ് ആണ്. ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ആൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ അവരെന്ത് ചെയ്യും, വേറൊരാൾക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യും. അപ്പോൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാരിയേഴ്സ് ആണ്. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇൻഫെക്ഷനെ അല്ലെങ്കിൽ പാരസൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. മോസ്റ്റ് കോമൺലി വെക്ടർ ഇൻസെക്റ്റ് ആണ് കൂടുതലായിട്ടും വെക്ടറായിട്ട് നമുക്ക് കാണാറുള്ളത്. നമ്മൾ പല പാരസൈറ്റിക് ഇൻഫെക്ഷൻ എടുക്കുമ്പോഴും മോസ്കിറ്റോ, സാൻഡ് ഫ്ലൈ, ടിക്സ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞ പല ഇൻസെക്റ്റുകളായിരിക്കും നമ്മൾ വെക്ടറായിട്ട് പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രൂ അബൌട്ട് തിക് സ്മിയർ examination. Option A, 50 times more chance to detect parasite. Option B, species identification is possible. Option C, only parasite body seen. Option D, all of this. Correct answer ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓൾ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത് എടുത്തു പോരുത്. നമ്മൾ തിക് സ്മിയർ പ്രിപ്പറേഷനും അല്ലെങ്കിൽ തിൻ മിയറും ചെയ്യാറുണ്ട്. തിക് മിയർ പ്രിപ്പറേഷൻ നമ്മൾ അധികം ചെയ്യുന്നത് പാരസൈറ്റിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. മലേറിയ, ഫൈലേറിയ ഒക്കെ ബ്ലഡ് പാരസൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിക് സ്മിയർ ചെയ്യാറുള്ളത്. അതല്ലാണ്ട് ഡിഫറൻഷ്യൽ കൗണ്ടിനൊക്കെ നമ്മൾ സാധാ തിൻ സ്മിയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാരസൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിക് സ്മിയർ ചെയ്യുന്നത്? കാരണം പാരസൈറ്റിനെ തിൻ സ്മിയറിൽ ഉള്ളതിനേക്കാളും ഒരു 100 times മോർ ചാൻസ് ഉണ്ട് ഈ തിക് സ്മിയറിൽ ഡിറ്റക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിക് സ്മിയർ ചെയ്യുന്നത്. പിന്നെ തിക് സ്മിയറിൽ സ്പീഷ്യസ് ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. അല്ല, സ്പീഷ്യസ് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് തിക് സ്മിയറിൽ പോസിബിൾ അല്ല കേട്ടോ. ഓക്കെ, സോ ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൂടുതൽ പാരസൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് തിക് സ്മിയറിൽ പറ്റും. നമ്മൾ മലേറിയ, ഫൈലേറിയൽ പാരസൈറ്റിനൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സ്പീഷ്യസ് ഐഡൻറ്റിഫിക്കേഷൻ തിക് സ്മിയറിൽ പോസിബിൾ അല്ല. നെക്സ്റ്റ്, മലേറിയ ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ പ്ലാസ്മോഡിയം, ഓപ്ഷൻ ബി മൈക്രോഫൈലേറിയ, ഓപ്ഷൻ സി ട്രിപ്പണോസോംസ്, ഓപ്ഷൻ ഡി ലേഷ്മാനിയ. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, മലേറിയ കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. പ്ലാസ്മോഡിയം വൈവാക്സ്, ഫാൽസിപാരം, മലേറിയ, ഒവേൽ ഇതൊക്കെയാണ് മലേറിയ കോസ് ചെയ്യുന്നത്. മൈക്രോഫൈലേറിയ കോസ് ചെയ്യുന്നത് എന്താ, ഫൈലേറിയാസിസ് ആണ്. ട്രിപ്പണോസോംസ് കോസ് ചെയ്യുന്നത് ട്രിപ്പണോസോമിയാസിസ് ആണ്, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നെസ് ആണ്. ലേഷ്മാനിയ കോസ് ചെയ്യുന്നത് ലേഷ്മാനിയാസിസ് ആണ്. ഓക്കെ, സോ മലേറിയൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ideal rapid water soluble stain for thick blood smear examination. Option A hematoxylin, option B JSB, option C Wright stain, option D Leishman stain. നമ്മൾ അധികവും തിക് സ്മിയർ എക്സാമിനേഷന് ചെയ്യുന്ന കുറച്ച് സ്റ്റെയിൻസുകളാണ് JSB സ്റ്റെയിൻ. മലേറിയൻ്റെ ഡിറ്റക്ഷന് വേണ്ടി JSB ചെയ്യാറുണ്ട്, ജീംസ, ഫീൽഡ് സ്റ്റെയിനിങ് ഒക്കെ. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള തിക് സ്മിയറിന് നമ്മൾ ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്ന്. JSB സ്റ്റെയിൻ ആണ് കറക്റ്റ് ആൻസർ. JSB ആണ്. JSB സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു വാട്ടർ സൊല്യൂബിൾ സ്റ്റെയിൻ ആണ് കേട്ടോ. JSB നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്, തിക് സ്മിയർ എക്സാമിനേഷൻ, മലേറിയൻ്റെ ഒക്കെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്, തിക് സ്മിയറിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് JSB സ്റ്റെയിൻ ചെയ്യാറുള്ളത്. എന്താണ് ഈ JSBൻ്റെ ഫുൾ ഫോം? ജാസ്വാൻ സിംഗ് ഭട്ടചാരി എന്നുള്ളതാണ് ഈ JSB സ്റ്റെയിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാബ് ഡയഗ്നോസിസ് ഓഫ് ഫൈലേറിയാസിസ് ഡൺ ബൈ ഓപ്ഷൻ എ വെറ്റ് ഫിലിം, ഓപ്ഷൻ ബി സ്റ്റെയിൻഡ് ബ്ലഡ് സ്മിയർ, ഓപ്ഷൻ സി ലിംഫ് നോഡ് ബയോപ്സി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദിസ്. ഫൈലേറിയൻ്റെ ഡയഗ്നോസിസിന് നമുക്ക് ബ്ലഡ് സ്മിയർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വെറ്റ് ഫിലിം നമ്മൾ എക്സാമിനേഷൻ ഫൈലേറിയൻ്റെ ഡയഗ്നോസിസിന് ചെയ്യാറുണ്ട് കേട്ടോ. വെറ്റ് ഫിലിം എക്സാമിനേഷൻ. ഓക്കെ, വെറ്റ് ഫിലിം എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈലേറിയൻ്റെ ഡയഗ്നോസിസിന് ചെയ്യാൻ പറ്റും. വേറെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെറ്റ് ഫിലിം ചെയ്യാറുള്ളത്?
ട്രിപ്പണോസോംസിൻ്റെ കേസിലും നമ്മൾ വെറ്റ് ഫിലിം എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെറ്റ് ഫിലിം നമ്മൾ ഏതിനേക്കാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഫൈലേറിയൻ്റെ ഡയഗ്നോസിസ്, മൈക്രോ ഫൈലേറിയ ഡിറ്റക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ട്രിപ്പണോസോംസിൻ്റെ ഡയഗ്നോസ് അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ വെറ്റ് ഫിലിം ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമത് ഇവിടെ ലിംഫ് നോഡ് ബയോപ്സി. നമുക്ക് ലിംഫാറ്റിക് ഫൈലേറിയാസിസിൻ്റെ കേസിൽ ലിംഫ് നോഡ് ബയോപ്സിയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓവ ഓഫ് എൻഡ്രോബിയസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്ഷൻ എ പ്ലാനോ കോൺകേവ്, ഓപ്ഷൻ ബി കളർലെസ്, ഓപ്ഷൻ സി എൻക്ലോസ്ഡ് ഇൻ ഷെൽ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ബൈൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള എഗ്ഗുകൾ ഏതൊക്കെയാണെന്ന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ ഹെൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പറഞ്ഞത് അല്ലേ. എ ഹെൻ, എ ഫോർ ആംഗലോസ്റ്റോമ, എൻ ഫോർ ഐമനോലെപ്സിസ് നാന, ഇ ഫോർ എൻഡ്രോബിയസ്, എൻ ഫോർ നെക്ടർ അമേരിക്കൻസ്. സോ ഇവിടെ എൻഡ്രോബിയസിൻ്റെത് കളർലെസ് നോൺ ബൈൽ സ്റ്റെയിൻഡ് എഗ്ഗാണ്. അതേപോലെ നിങ്ങൾ എൻഡ്രോബിയസിൻ്റെ ജസ്റ്റ് ഒരു പിക്ചർ ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും, പ്ലാനോ കോൺകേവ് ഷേപ്പിലാണ് അതെന്ത് വരുന്നത്, നമ്മൾ എൻഡ്രോബിയസിൻ്റെ എഗ്ഗ് വരുന്നത്. അതേപോലെ ഒരു ഷെല്ലിൽ എൻക്ലോസ്ഡ് ആയിട്ടാണ് നമ്മൾ എൻഡ്രോബിയസിൻ്റെ എഗ്ഗ് വരുന്നത്. സോ ഒന്ന് ജസ്റ്റ് പിക്ചർ നോക്കുക. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എൻഡ്രോബിയസിൻ്റെ എഗ്ഗ് അല്ലെങ്കിൽ ഓവനെ കുറിച്ചിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിക്സേഷൻ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓപ്ഷൻ എ പ്രിവെൻറ്റ് പ്യൂട്രിഫിക്കേഷൻ ഓട്ടോലൈസിസ്, ഓപ്ഷൻ ബി ഹാർഡനിങ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂ, ഓപ്ഷൻ സി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. കാരണം നമുക്ക് ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഫിക്സേഷൻ്റെ പ്രോപ്പർട്ടീസ് അത് ഓട്ടോലൈസിസും പ്യൂട്രിഫിക്കേഷനും പ്രിവെൻറ്റ് ചെയ്യും. ഒരു സോഫ്റ്റ് ടിഷ്യൂസ് ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഹാർഡൻ ചെയ്യും, നന്നായിട്ട് ഹാർഡൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഹാർഡൻ ചെയ്യും, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിക്സേറ്റീവിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. സോ ഇവിടെ എല്ലാ പോയിൻറ്റ്സുകളും ഫിക്സേറ്റീവിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൾ ഓഫ് ദിസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a property of formalin as fixative? Option A, cheap and easy to prepare. Option B, pleasant smell. Option D, good tissue penetration. Option D, prevent autolysis and putrefaction. ചോദിച്ചിട്ടുള്ളത് ഫോർമാലിനെ കുറിച്ചിട്ട് ട്രൂ അല്ലാത്തത് നോട്ട് എ പ്രോപ്പർട്ടി ആണ് ചോദിച്ചത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. കാരണം ഫോർമാലിൻ ബാക്കിയുള്ള ഫിക്സേറ്റിനേക്കാളും എളുപ്പം നമുക്ക് കിട്ടുന്നതും എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതുമാണ്. നല്ല ടിഷ്യൂ പെനിട്രേഷനും ഓട്ടോലൈസിസും പ്യൂട്രിഫിക്കേഷനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സ്മെല്ല് അത്ര പ്ലസൻറ്റ് സ്മെല്ലല്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്? നല്ല പ്ലസൻറ്റ് സ്മെല്ലാണെന്നാണ്. ഒരിക്കലും ഫോർമാലിൻ്റെ സ്മെല്ല് അത്ര പ്ലസൻറ്റ് സ്മെല്ലല്ല. നിങ്ങൾ ലാബിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതാണ് ഫോർമാലിനെ കുറിച്ചിട്ടുള്ള ഒരു അൺകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ സ്പെഷ്യൽ പ്രൊസീജിയർ റിക്വയർഡ് ബിഫോർ ടിഷ്യൂ പ്രോസസ്സിംഗ് ഫോർ ടിഷ്യൂസ് ലൈക്ക് ടീത്ത് ഓർ ബോൺസ്? ഓപ്ഷൻ എ ഡീഹൈഡ്രേഷൻ, ഓപ്ഷൻ ബി ക്ലിയറിംഗ്, ഓപ്ഷൻ സി ഡീകാൽസിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ഇംപ്രഗ്നേഷൻ. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഡീകാൽസിഫിക്കേഷൻ. നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ ടീത്ത് ബോണൊക്കെ പോലെയുള്ള ഹാർഡായിട്ടുള്ള സ്പെസിമെൻസിന് നമ്മളൊരു സ്പെഷ്യൽ പ്രൊസീജിയർ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. സാധാരണ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഡീഹൈഡ്രേഷൻ, ക്ലിയറിങ്, ഇംപ്രഗ്നേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ഇവർക്ക് മാത്രമുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ടീത്തും ബോൺസും ഒക്കെ ഇത്രയും ഹാർഡായിരിക്കുന്നതിന് കാരണം കാൽഷ്യമാണ്. അപ്പോൾ ആ ഒരു കാൽഷ്യം
അല്ലെങ്കിൽ ഹാർഡായിട്ട് നമുക്ക് ടിഷ്യൂസ് കട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, സെക്ഷൻസ് കട്ട് ചെയ്യാനോ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കാൽഷ്യത്തിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഈ ടീത്തിലും ബോണിലും ചെയ്യും. ആ സ്റ്റെപ്പാണ് ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഓക്കെ ഓക്കെ ഈ ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ എപ്പോഴാണ് ചെയ്യുക? ഡീഹൈഡ്രേഷൻ്റെ മുന്നേ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫിക്സേഷന് ശേഷം ഡീഹൈഡ്രേഷന് മുന്നേ ആയിട്ടാണ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നത്. ഡീകാൽസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ഏജൻസി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്യാൻ ചോദിച്ചാൽ EDTA, ഫോമിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ നമുക്ക് ഡീകാൽസിഫയിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ കെമിക്കൽ വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പാപ്പ് സ്റ്റെയിനിങ് പ്രൊസീജിയർ. ഓപ്ഷൻ എ OG6, ഓപ്ഷൻ ബി മെഥിലൈൻ ബ്ലൂ, ഓപ്ഷൻ സി EA36, ഓപ്ഷൻ ഡി ഹാരിസെമറ്റോക്സിലിൻ. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, മെഥിലൈൻ ബ്ലൂ. പാപ്പ് സ്റ്റെയിനിലുള്ള കെമിക്കൽ ഏതാ, അല്ലെങ്കിൽ സ്റ്റെയിനിങ് കെമിക്കൽ ഏതാന്നല്ല ചോദിച്ചത്, ഇല്ലാത്തതാണ്. പാപ്പ് സ്റ്റെയിനിൽ മെയിൻ കണ്ടന്റ് നമ്മൾ പറയാറുള്ളത് ഹെമറ്റോക്സിലിനും OG6ഉം EA36 ആണ്. ഇത് മൂന്നും പാപ്പ് സ്റ്റെയിനിലുള്ള കണ്ടൻ്റാണ്. മെഥിലൈൻ ബ്ലൂ ആണ് പാപ്പ് സ്റ്റെയിനിൽ ഇല്ലാത്ത കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൊട്ടീൻ ഗൈനക്കോളജിക്കൽ സൈറ്റോളജി അല്ലെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് സെർവൈക്കൽ സ്മിയറിലൊക്കെയാണ് ഈ പാപ്പ് സ്മിയർ ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, ഇൻ FNAC the letter N stands for ഓപ്ഷൻ എ നോർമൽ, ഓപ്ഷൻ ബി ന്യൂക്ലിയർ, ഓപ്ഷൻ സി നീഡിൽ, ഓപ്ഷൻ ഡി നമ്പർ. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, നീഡിലാണ്, സി ആണ് അല്ലേ. അതായത് FNACൻ്റെ ഫുൾ ഫോം എന്താ? ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി എന്നാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു ലംസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഫൈൻ നീഡിൽ യൂസ് ചെയ്തിട്ട് അവിടുത്തെ ആ ഒരു സാമ്പിളിനെ ആസ്പിറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ FNACയിലെ N സ്റ്റാൻഡ് ഫോർ നീഡിൽ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. എമംഗ് ദ സെൽ ഓർഗനൽസ് പ്രോട്ടീൻ സിന്തസിസ് ഈസ് പെർഫോംഡ് ബൈ ഓപ്ഷൻ എ ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ സി ലൈസോസോം, ഓപ്ഷൻ ഡി റൈബോസോംസ്. യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? റൈബോസോം. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോംസിൽ വെച്ചിട്ടാണെന്നുള്ളത്. ഓക്കെ, മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ മെയിൻലി ATP പ്രൊഡക്ഷൻ പവർ ഹൗസ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ്. ലൈസോസോം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സൂയിസൈഡൽ ബാഗ് എന്ന് പറയാറുണ്ട് അല്ലേ. അതായത് നമ്മളെ സെൽസിലുണ്ടാവുന്ന വേസ്റ്റുകളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് ആരുടെ ഫങ്ഷൻ? ഈ ലൈസോസോമിൻ്റെ ഫങ്ഷൻ വരുന്നത്. സോ ന്യൂക്ലിയസിൻ്റെതാണ് മൊത്തത്തിൽ ജനറ്റിക് ഇൻഫർമേഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ന്യൂക്ലിയസിൻ്റെ ഫങ്ഷൻ വരുന്നത്. നെക്സ്റ്റ്, സ്റ്റഡി അബൌട്ട് ടിഷ്യൂ ഈസ് കോൾഡ് ഓപ്ഷൻ എ ഹിസ്റ്റോളജി, ഓപ്ഷൻ ബി ടോക്സിക്കോളജി, ഓപ്ഷൻ സി സൈറ്റോളജി, ഓപ്ഷൻ ഡി മൈക്കോളജി. യെസ്, ഓപ്ഷൻ എ ഹിസ്റ്റോളജി. ഡൗട്ടൊന്നുമില്ല അല്ലേ. ടിഷ്യൂസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് ഹിസ്റ്റോളജി എന്നാണ് പറയുന്നത്. ടോക്സിൻസിനെ കുറിച്ചാണെങ്കിൽ അത് ടോക്സിക്കോളജിയാണ്. സെൽസിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അത് സൈറ്റോളജിയാണ്. ഫംഗസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ്, അതാണ് മൈക്കോളജി എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹോർമോൺ TSH ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ തൈറോയ്ഡ്, ഓപ്ഷൻ ബി അഡ്രിനൽ, ഓപ്ഷൻ സി പാരാതൈറോയ്ഡ്, ഓപ്ഷൻ ഡി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ ഡി പിറ്റ്യൂട്ടറി ആണ്. കാരണം നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയ്ഡ് കാണുമ്പം ഏതെടുത്ത് പോവാം? തൈറോയ്ഡ് എടുത്തു പോകും. ഒരിക്കലും തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ല TSH പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിറ്റ്യൂട്ടറി ആണ്. കാരണം പിറ്റ്യൂട്ടറിയിൽ നിന്ന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ TSH ആണ് തൈറോയിഡിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ അല്ല TSH, തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TSH. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ആണ്. അതും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് എന്ത് ചെയ്യുന്നത്? തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, സോ
അപ്പോൾ തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? T3, T4. T3യും T4 ഒക്കെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാരാതൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാതോർമോൺ ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ നമുക്ക് അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്, സെപ്പറേറ്റ് ഉണ്ട്. അഡ്രിനൽ മെഡുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഉണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോ കോർട്ടിക്കോയിഡ്സ്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്ന മീൻസ് ഓരോ ഗ്ലാൻഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഒന്ന് നോക്കി വെക്കുക. സോ നെക്സ്റ്റ്, the instrument used to measure the electrical activity of heart is option A sphygmomanometer, option B electrocardiograph, option C electroencephalogram, option D electrocardiogram. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ ബി ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ഗ്രാഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയാം. ഇൻസ്ട്രുമെൻറ്റിനെ ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു റെപ്രസെൻറ്റേഷനെ നമുക്ക് ഇലക്ട്രോകാർഡിയോഗ്രാം എന്നും പറയാം. അത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി ആണെങ്കിൽ ഇലക്ട്രോകാർഡിയോക്ക് പകരം അവിടെ എന്തായി മാറി? എൻസെഫാലോ എന്ന് പറയുമ്പോൾ ബ്രെയിൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഈ സ്ഫിഗ്മോമാനോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? BP ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൾസ് ക്യാൻ ബി മെഷേർഡ് ഫ്രം ഓപ്ഷൻ എ ബ്രേക്കിയൽ ആർട്ടറി, ഓപ്ഷൻ ബി റേഡിയൽ ആർട്ടറി, ഓപ്ഷൻ സി കരോട്ടിഡ് ആർട്ടറി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദിസ്. നമുക്ക് പൾസ് ഇതിലേത് ആർട്ടറി എന്ന് വേണമെങ്കിലും മെഷർ ചെയ്യാം. ബ്രേക്കിയൽ ആർട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ വരുന്നതാണ്. അതേപോലെ കരോട്ടിഡ് ആർട്ടറി എന്ന് മെഷർ ചെയ്യാം. റേഡിയൽ ആർട്ടറിയും നമ്മൾ ഈ റിസ്റ്റ് ഏരിയയിൽ വരുന്ന ആർട്ടറിയാണ്. കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുമ്പോൾ നെക്ക് ഏരിയയിൽ. അപ്പോൾ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പൾസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, പൾസ് പോയിൻ്റ് ആണ് കേട്ടോ ഇതെല്ലാം. നെക്സ്റ്റ്, ഗ്ലാസ് പിപ്പറ്റ് വിത്ത് ലോങ് നാരോ ടിപ്പ് ഈസ് കോൾഡ് ഓപ്ഷൻ എ ഗ്രാജുവേറ്റഡ് പിപ്പറ്റ്, ഓപ്ഷൻ ബി പാസ്ചർ പിപ്പറ്റ്, ഓപ്ഷൻ സി ബ്ലഡ് പിപ്പറ്റ്, ഓപ്ഷൻ ഡി വോളിയോമെട്രിക് പിപ്പറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, പാസ്ചർ പിപ്പറ്റ്. ഒരു ഗ്ലാസ് പിപ്പറ്റും അതിന് ലോങ് നാരോ എൻഡ് ടിപ്പായിട്ട് നമ്മൾ സിറം ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലേ പാസ്ചർ പിപ്പറ്റ്. യെസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്ചർ പിപ്പറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഗ്രാജുവേറ്റ് പിപ്പറ്റും വോളിയോമെട്രിക് പിപ്പറ്റും ഉണ്ട് അല്ലേ. ഗ്രാജുവേറ്റ് പിപ്പറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മൊത്തത്തിൽ ഒരു പിപ്പറ്റിന് സാധാരണ നമ്മൾ പിപ്പറ്റിൽ മൊത്തത്തിൽ ഗ്രാജുവേഷൻസ് ഉണ്ടാവും, മാർക്കിങ്സുകൾ കാണാനുണ്ടാവും. അതാണ് ഗ്രാജുവേറ്റഡ് പിപ്പറ്റ്. വോളിയോമെട്രിക് പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മാർക്കിങ്ങേ ഉണ്ടാവുള്ളൂ. മീൻസ് ഒരു സ്പെസിഫിക് വോളിയം മാത്രം നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിന് വോളിയോമെട്രിക് പിപ്പറ്റ്, ഒരൊറ്റ മാർക്കിംഗ്, ഒരു 1 ml എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 1 ml ആ ഒരു മാർക്കിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഗ്രാജുവേറ്റഡ് പിപ്പറ്റിൽ നമുക്ക് ഫ്രാക്ഷൻസ് ഓഫ് വോളിയം ഉണ്ടാവും. അപ്പോൾ 1 ml പിപ്പറ്റിലാണെങ്കിൽ 0.1, 0.2, 0.3 എന്നുള്ള രീതിയിൽ ഫ്രാക്ഷൻസ് ഓഫ് വോളിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഗ്രാജുവേറ്റഡ് പിപ്പറ്റ് എന്ന് പറയുന്നത്. വോളിയോമെട്രിക് പിപ്പറ്റിൽ സിംഗിൾ വോളിയം, പക്ഷെ അത് സ്പെസിഫിക് ആയിരിക്കും. മറ്റേതിനേക്കാളും സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് വോളിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, സൊല്യൂഷൻ യൂസ്ഡ് ഇൻ കലോറിമീറ്റർ വിത്ത് ഓൾ റിയേജൻസ് ആൻഡ് വിത്തൗട്ട് സാമ്പിൾ ടു ബി ടെസ്റ്റഡ് ആർ കോൾഡ് ഓപ്ഷൻ എ ടെസ്റ്റ് സൊല്യൂഷൻ, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ സി ബ്ലാങ്ക്, ഓപ്ഷൻ ഡി പോസിറ്റീവ് കൺട്രോൾ. എന്താണ് കറക്റ്റ്? നമ്മളെല്ലാ റിയേജൻറ്റും ആഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ സാമ്പിളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിനെ നമ്മൾ ബ്ലാങ്ക് എന്നാണ് പറയാറുള്ളത് അല്ലേ. നമ്മൾ ബ്ലാങ്ക് ആഡ് ചെയ്തിട്ടാണ്, ബ്ലാങ്ക് വെച്ചിട്ട് 0 ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. സോ എല്ലാ റിയേജൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മളതിൽ സാമ്പിൾ ആഡ് ചെയ്തിട്ടില്ല, അത് ബ്ലാങ്ക് ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ റിയേജൻറ്റും ആഡ് ചെയ്യും, നമ്മൾ സാമ്പിളിന് പകരം ഒരു സ്പെസിഫിക് ഏതാണോ മെഷർ ചെയ്യേണ്ടത് അത് നമുക്ക് അറിയുന്ന ഒരു എമൗണ്ടിൽ
ആഡ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എന്താണോ മെഷർ ചെയ്യുന്നുണ്ടത് അത് നമുക്കൊരു നോൺ എമൗണ്ടിൽ നമ്മൾ അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാറുള്ളത്. അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Equipment flame photometer used to measure. Option A hormone, option B electrolytes, option C enzymes, ഓപ്ഷൻ ഡി വൈറ്റമിൻസ്. നമ്മൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്തതാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ. ഇലക്ട്രോഡ്, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സിന് അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിനാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലെയിം ഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following blood cell having maximum weight? Option A monocyte, option B epithelial cells, option C large lymphocyte, option D red blood cell. Correct answer ഓപ്ഷൻ ഡി റെഡ് ബ്ലഡ് സെൽസ്. ഏറ്റവും മാക്സിമം വെയിറ്റ് ഉള്ള സെല്ല് ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മളുടെ HB ഹീമോഗ്ലോബിൻ പ്രസൻ്റ് ആയതുകൊണ്ടാണ് RBCക്ക് ഇത്രയും വെയിറ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഏറ്റവും വെയിറ്റ് ഉള്ള സെൽസ് RBC ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. കാരണം നമ്മൾ ബ്ലഡ് എടുത്ത് അതിനെ എന്ത് ചെയ്യാണ്, സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ വന്ന് അടിയുന്ന സെല്ല് ഏതാണ്, അത് RBC ആണ്. കാരണം അതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട്. സോ അതിൽ വെയിറ്റ് കൊടുക്കുന്നത് ഈ HB ആണ്. HB എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഫോർ എ നാച്ചുറൽ ആൻറ്റികോയാഗുലൻറ്റ്. ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി ADTA, ഓപ്ഷൻ സി സോഡിയം സിട്രേറ്റ്, ഓപ്ഷൻ ഡി ഡബിൾ ഓക്സലേറ്റ്. യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്, ഹെപ്പാരിൻ ആണ്. നമ്മുടെ നാച്ചുറൽ ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത് ഹെപ്പാരിൻ. എന്താണ് ഈ ഹെപ്പാരിൻ്റെ ഫങ്ഷൻ? ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ കോയാഗുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹെപ്പാരിൻ എന്താണ്, ആൻറ്റി ത്രോംബിൻ ആക്ഷൻ ആണ് കേട്ടോ. ഹെപ്പാരിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ത്രോംബിൻ ആക്ഷൻ ആണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 4 നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്ലാസ്സസ് ആണ് വേണ്ടത്, പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.